അമ്മയുടെ അവസ്ഥയിൽ ഇപ്പോഴും യാതൊരു വ്യത്യാസവുമില്ല. അമ്മ ഇങ്ങനെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടക്കുമ്പോ അതിന്റെ കാരണക്കാരി ഇങ്ങനെ സമാധാനത്തോടെ നടക്കുന്നത് ശരിയാണോ? ICU കിടക്കുന്ന രമാദേവിയുടെ മൂത്ത മകനാ ഞാൻ. എന്റെ അമ്മയെ ഈ അവസ്ഥയിലാക്കിയവർക്കെതിരെ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോവാ. ഒരു മകനെന്ന നിലയിൽ അതെന്റെ കടമയാ. എന്റെ അമ്മയോട് ഇത്രയും വലിയ ചതി ചെയ്തവളെ എനിക്ക് വെറുതെ വിടാൻ പറ്റില്ല. അത് ചെയ്തത് അവളാണെന്ന് നിനക്കെങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? അമ്മയെ അവസ്ഥയിലാക്കേണ്ട കാര്യം മറ്റാർക്കാണുള്ളത്? എന്നാ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. ആ ചിന്നു നിരപരാധിയാണെന്ന് മാത്രം അച്ഛൻ പറയാതിരുന്നാ മതി. അങ്ങനെ ഞാൻ പറയില്ല. ഒരു പക്ഷേ നിന്റെ അമ്മ സ്വയം വിഷം കഴിച്ചതാണെങ്കിലോ? അങ്ങനെയും സംഭവിക്കാമല്ലോ. അമ്മ എന്തിനങ്ങനെ ചെയ്യണം? താൻ ആഗ്രഹിച്ചതൊക്കെ നേടിയ ചരിത്രം മാത്രമേ അമ്മയ്ക്കുള്ളൂ. എന്നും അമ്മ വിജയിച്ചിട്ടേ ഉള്ളൂ. ഒരിക്കൽ പോലും അമ്മ തോൽവി സമ്മതിച്ച് ഒതുങ്ങിയിരുന്നിട്ടില്ല. പിന്നെ എന്തിനമ്മ ആത്മഹത്യക്ക് ശ്രമിക്കണം? നീ കാരണം നിന്റെ അമ്മ ജീവിതത്തില് ഒരാള് കാരണേ തോറ്റിട്ടുള്ളൂ. അത് അവള് ഏറ്റവും കൂടുതൽ സ്നേഹവും വാത്സല്യവും തന്നു വളർത്തിയ നീ കാരണം. ഞാൻ ഏത് കാര്യത്തിനും അമ്മയുടെ കൂടെ നിന്നിട്ടല്ലേ ഉള്ളൂ. ഞാനിപ്പോ അമ്മയെ തോൽപ്പിച്ചു എന്നാണോ അച്ഛൻ ഈ പറയുന്നേ? അതെ, ഇവൾക്ക് വേണ്ടി, ഇവളോടൊപ്പം ചേർന്നാണ് നീ അമ്മയെ തോൽപ്പിച്ചത്, നാണം കെടുത്തിയത്. നിന്റെ അമ്മയ്ക്ക് വിഷമേൽക്കുന്നതിന് തൊട്ടു മുൻപ് നീയും നിന്റെ ഭാര്യയും കൂടി അവളെ കാണാൻ പോയിരുന്നോ? അതിനുശേഷം അവൾ വല്ലാതെ അസ്വസ്ഥയായിരുന്നു. നിന്റെ ഭാര്യയ്ക്ക് നാട്ടുകാരുടെ മുന്നിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി ആർഭാടമായ ഒരു ഫംഗ്ഷൻ നമ്മുടെ വീട്ടിൽ നടത്തണമെന്ന് നീ ആവശ്യപ്പെട്ടില്ലേ? അമ്മ അതിന് വഴങ്ങിയില്ലെങ്കിൽ നിന്റെ ഭാര്യയോടൊപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് നീ ഭീഷണിപ്പെടുത്തിയില്ലേ?